ഒരു പരിശുദ്ധമായ സ്വലാത്തുകളുടെ കിരീടമാകുന്ന താജു സ്വലാത്ത്. നമ്മളിൽ പല ആളുകൾക്കും താജു സ്വലാത്ത് കാണാതെ അറിയാം. ചിലർക്ക് കണ്ടു നോക്കി ഓതാൻ, സ്പീഡിലൊക്കെ ഓതാൻ പറ്റും. ചില ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. കാരണം താജു സ്വലാത്ത് കേട്ടിട്ടുണ്ട്, ഒരുപാട് നീളമുള്ള ഒരു സ്വലാത്ത് ആയതുകൊണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുത്. കാരണം ഈ താജു സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുന്ന മനുഷ്യന് കിട്ടുന്ന ഒരു കൂട്ടം വമ്പൻ പ്രതിഫലങ്ങൾ, ആ പ്രതിഫലങ്ങൾ കേട്ടാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ താജു സ്വലാത്ത് മുടക്കൂല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ അത് നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ താജു സ്വലാത്ത്, അതിൻ്റെ ഏകദേശ അർത്ഥം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതെല്ലാം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഈ താജു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് തരുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൻ്റെ എല്ലാ ദിവസവും നമ്മൾ ഒരു വട്ടമെങ്കിലും ഇൻഷാ അല്ലാഹ് ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് വമ്പൻ പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്തുകളുടെ കിരീടമാകുന്ന താജു സ്വലാത്ത്, ആ താജു സ്വലാത്തിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. താജു സ്വലാത്ത് അതെങ്ങനെയാണ് ചൊല്ലേണ്ടത്? താജു സ്വലാത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉസ്താദെ, പക്ഷെ അത് ഭയങ്കര ലോങ് ഉള്ളൊരു സ്വലാത്താണല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഓതുന്നത്? വല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ചൊല്ലാം. പക്ഷെ ഇത് താജു സ്വലാത്ത് ഭയങ്കര പ്രയാസമാണ് ചൊല്ലാം. ഒരു പ്രയാസമില്ല, കാണാതെ പഠിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നമുക്ക് കണ്ടു ഓതാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതാൻ പോവുകയാണ്, കണ്ട് നമുക്ക് ഓതാം. അതിനു മുമ്പ് ഈ താജു സ്വലാത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ, നേട്ടങ്ങൾ നമുക്കൊന്ന് അറിയണ്ടേ. എന്നാൽ നമുക്ക് ചൊല്ലാനും അതിൻ്റെ ഒരു എന്താ പറയുക, വലിയൊരു ഈമാനികമായ ആവേശം ഉണ്ടാകും. ഒന്നാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, അതാണ് നമുക്ക് വേണ്ടത്. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം, നല്ല അന്ത്യം, അല്ലേ? അതല്ലേ നമുക്ക് വേണ്ടത്. ഇവിടെ ഒരുപാട് ഇപ്പം നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഖുർആനൊക്കെ ഓതി, പക്ഷെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന അവസ്ഥയാണെങ്കിലോ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, ഭയങ്കര വിഷമമായിരിക്കും. ആ വിഷമം പിന്നെ പറഞ്ഞാൽ തീരുവോ? പിന്നെ അത് അനുഭവിച്ചാൽ തീരുവോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും വേണ്ട, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കണം. അതിന് പറ്റിയ കാര്യമാണ് ഈ സ്വലാത്ത് നിത്യമാക്കുക. ഈ താജു സ്വലാത്ത് നിത്യമാക്കിക്കോ, എന്ത് കിട്ടും? ഹുസ്നുൽ ഖാത്തിമ കിട്ടും. പിന്നെ ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഈ ദുനിയാവിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണെന്ത്? അവൻ്റെ കരളിൻ്റെ കരളായ, അവൻ്റെ റൂട്ട് മാപ്പായ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ റൂട്ട് മാപ്പായ, റോൾ മോഡലായ നമ്മുടെയൊക്കെ നേതാവ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണണ്ടേ? നബി തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ നമുക്ക് പറ്റിയില്ല, അല്ലേ? നബിതങ്ങളുടെ കാലത്ത് നമ്മൾ ജീവിച്ചില്ല. നബിയെ കണ്ടവരെ കണ്ടിട്ടില്ല. നബിയെ കണ്ടവരെ കണ്ടിട്ടില്ല. നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. അപ്പോൾ ആ നബിതങ്ങളെ തന്നെ നമുക്കൊന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണം എങ്കിൽ, അങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ളവരാണോ താജു സ്വലാത്ത് നിത്യമാക്കണമെന്നാണ്. മഹ്ശറയിൽ ഇങ്ങനെ ചുട്ടുപൊള്ളി നിൽക്കുന്ന സമയമുണ്ടല്ലോ, മഹ്ശറ. ആ സമയത്ത് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ചില ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പാനീയമാണ് ഹൗദുൽ കൗസർ. ആ ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഈ സ്വലാത്ത് കൊണ്ട് കാരണമാണ്. പിന്നെയോ നമുക്ക് സ്വർഗത്തിൽ നബിതങ്ങളോടൊപ്പം ഇരിക്കാം, ആ നബിയോടൊപ്പം ഇരിക്കാം, നബിയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവനോട് സ്നേഹമുണ്ടാകുമെന്നാണ്. ജനങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഇവനോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല ശത്രുക്കളുടെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടും. മാത്രമല്ല ഒരുപാട് നേട്ടം, കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അതൊക്കെ മാറണം. ഇപ്പം എന്താണോ നമുക്ക് പ്രശ്നമുള്ളത് ആ പ്രശ്നം മുന്നിൽ വെച്ച് ആ പ്രശ്നം മാറ്റിത്തരണേ അല്ലാ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട്, മനസ്സിൽ കരുതിയിട്ട് ഈ സ്വലാത്ത് നമ്മൾ ഓതണമെന്നാണ്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ട്, ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിനെ പറ്റി പറയാനുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ പറയാം. ഇപ്പോൾ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ഇനി സ്വലാത്തിലേക്ക് പോവാം. താജു സ്വലാത്ത് അല്ലേ, സ്വലാത്തു താജ്. താജ് താജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിരീടം എന്നാണ് അർത്ഥം അല്ലേ. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് താജ് മഹൽ അല്ലെങ്കിൽ ഹോട്ടൽ താജ്. താജ് എന്ന വാക്ക് താജുദ്ദീൻ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ താജ് എന്ന് പറഞ്ഞാൽ എന്താ? കിരീടം, കിരീടം എന്നർത്ഥം. സ്വലാത്തു താജ്, സ്വലാത്തുകളുടെ കിരീടമെന്നോ അല്ലെങ്കിൽ എന്താണ് കിരീടമായ സ്വലാത്തെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് അർത്ഥം വെക്കാം. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു ചെറിയ സ്വലാത്ത് എന്ന് പറയുന്നില്ല, ഒരല്പം ദൈർഘ്യമുണ്ട്. എന്നാലും ആ ദൈർഘ്യമുള്ള സ്വലാത്ത് അത് ക്ഷമിച്ചു ചൊല്ലുമ്പോഴാണ് നമുക്ക് വേഗത്തിൽ എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ദുആക്ക് ഇജാബത്ത് കിട്ടുക, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുക. ഇനി നമുക്കിനി സ്വലാത്തിലേക്ക് കിടക്കാം. താജു സ്വലാത്ത് എങ്ങനെയാ ഓതുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കേട്ടോ, നോക്കിയോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സ്വാഹിബി താജി വൽ മിഅ്റാജി വൽ ബുറാഖി വൽ അലം ദാഫിഇൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർദി വൽ അലം ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂഷുൻ ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം ജിസ്മുഹു മുഖദ്ദസുൻ معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا مولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സ്വാഹിബി താജി വൽ മിഅ്റാജി വൽ ബുറാഖി വൽ അലം ദാഫിഇൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർദി വൽ അലം ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂഷുൻ ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين
ഇമാമിൽ ഖിബ്ലതൈൻ വസീലത്തിനാ ഫിദ്ദാറൈൻ സ്വാഹിബി ഖാബ ഖൗസൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ ജദ്ദിൽ ഹസൻ വൽ ഹുസൈൻ മൗലാനാ മൗല الثقلين അബിൽ ഖാസിം സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി നൂറിൻ മിൻ നൂരില്ലാഹ് യാ അയ്യുഹൽ മുസ്താഖൂൻ ബിനൂരി ജമാലിഹി സല്ലു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിമു തസ്ലീമാ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഉസ്താദേ, ഇത്ര ഭയങ്കര എന്താണ് ചൊല്ലാൻ ഞങ്ങൾക്ക് പ്രയാസമാണല്ലോ, ഇത് ഒരുപാടുണ്ടല്ലോ എന്നൊന്നും തോന്നണ്ട. കാരണം അതിൻ്റെ അർത്ഥമൊന്ന് കേട്ടാൽ എന്താണ് പറയുന്നത്? നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള എന്തെല്ലാം ദറജകളുണ്ടോ, എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ, ആ മഹത്വങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ, വ്യത്യസ്തമായ പേരുകൾ, അതെല്ലാം കോർത്തിണക്കി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സ്വലാത്താണ്. അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവേ നീ ഗുണവും രക്ഷയൊക്കെ കൊടുക്കണേ അല്ലാ. പിന്നെയോ നബിതങ്ങളുടെ പിന്നെ സിഫത്തുകൾ, നബിതങ്ങളുടെ വിശേഷണങ്ങളൊക്കെ പറയുകയാണ് അല്ലേ. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാൻ? മിഅ്റാജ് പോയ ആളാൻ, അള്ളാഹുവെ നിന്നെ കണ്ട ആളാൻ, ബുറാഖ് എന്ന വാഹനത്തിൽ കയറിയ ആളാൻ. പിന്നെയോ മാത്രമല്ല എല്ലാ തരത്തിലുള്ള നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം മേഖലകളുണ്ടോ ലോകത്ത് അതെല്ലാം കടന്ന് അള്ളാനെ കണ്ട ആളാൻ. ആ നബിതങ്ങളുടെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല എവിടെയാണ്? ഖലമിൽ, ലൗഹിൽ ഖലമിൽ എല്ലാ സ്ഥലത്തും മുത്തായ ഹബീബിന്റെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ റസൂൽ ആരാണ്? അറബികളുടെ നേതാവാൻ, അനറബികളുടെ നേതാവാൻ. മാത്രമല്ല നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം അത് പവിത്രതയുള്ള ശരീരമാണ്, അത് തിളക്കമുള്ള ശരീരമാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, അതുപോലെ ശാരീരികമായ സൗന്ദര്യം, അതെല്ലാം ഈ സ്വലാത്തിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറയുകയാണ്. അള്ളാഹുവെ പടച്ചവനെ, നീയാണ് മുത്ത് ഹബീബിൻ്റെ സംരക്ഷകൻ, നീയാണ് നബിതങ്ങളുടെ കൂട്ടുകാരൻ. അള്ളാഹുവെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് നബിതങ്ങളുടെ സേവകൻ. മാത്രമല്ല ബുറാഖ് എന്ന വാഹനമാണ് നബിതങ്ങളുടെ വാഹനം. മിഅ്റാജാണ് നബിതങ്ങളുടെ യാത്ര. മാത്രമല്ല നബിതങ്ങളുടെ സ്ഥാനം, നബിതങ്ങളുടെ ഉന്നതി അതെവിടെയാണ്? സിദ്റത്തുൽ മുന്തഹിയുടെ അപ്പുറത്താണ്, സിദ്റത്തുൽ മുന്തഹിയിലാണ്. പിന്നെയോ അതിങ്ങനെ പറഞ്ഞ് നബിതങ്ങൾ ആരാണ്? മുർസലീങ്ങളുടെ നേതാവാൻ, ഖാത്തിമിൻ നബിയീനാണ്. അതുപോലെ തന്നെ ഷഫീഉൽ മുദ്നിബീനാണ്. അതായത് ഏത് പാപം ചെയ്ത ആളുകൾക്കും അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞു പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വരെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിതങ്ങൾ നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുള്ളൂ. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ അവിടെ ചെന്ന് ആ ആഖിറത്തിൽ ചെന്നിട്ട് വിഷമിക്കുന്ന സമയത്ത് നബിതങ്ങൾ അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യും, പടച്ചോനെ ഇത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, അയാൾ ഇന്നാലിൻ്റെ പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നീ പൊരുത്തപ്പെട്ട് അയാളെ നീ സ്വർഗത്തിലേക്ക് കടത്തണേ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ആശിക്കീങ്ങൾ, നബിതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വലിയ സന്തോഷമുണ്ടാകുന്ന ആളാണ്. നബിതങ്ങളുടെ പേര് അതിന് ഒരുപാട് മഹത്വമുണ്ട്, അവിടുത്തെ ശരീരത്തിന് ഒരുപാട് മഹത്വമുണ്ട്, അവിടുത്തെ കുടുംബത്തിന് ഒരുപാട് മഹിമയുണ്ട്. നബിതങ്ങൾ ആരാണ്? നബിതങ്ങളുടെ കൂട്ടുകാർ. അവർ പാവപ്പെട്ടവരാണ്, പാവപ്പെട്ടവരുടെ നബിയാണ്, പണക്കാരുടെ നബിയാണ്. മാത്രമല്ല അറബികളുടെയും അനറബികളുടെയും നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പിന്നെയോ നബിതങ്ങൾക്ക് വസീല എന്ന് പറയുന്ന ദറജ അല്ലാഹുവേ നീ കൊടുക്കണേ അല്ലാ, അള്ളാഹുവെ കൊടുക്കണേ അല്ല, അതൊരു ദുആ പോലെ പറയുന്നുണ്ട്. മാത്രമല്ല പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം സഫലമായി, പിന്നെ ജീവിതം വിജയിച്ചു. ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ, മഹാന്മാരായ പവിത്രതകൾ ഏറെ നിറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ, അവരുടെ വല്ലുപ്പയാണ്. പിന്നെയോ നബിതങ്ങളുടെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അബുൽ ഖാസിം. ആ പേര് പറയുന്നുണ്ട്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അതായത് നബിതങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ, നബിക്ക് എന്തെല്ലാം അല്ലാഹു തആല ദറജകൾ കൊടുത്തിട്ടുണ്ടോ, ആ ദറജകൾ ഓരോന്നായി എണ്ണി പറഞ്ഞിട്ട് അവസാനം പറയുന്നു, അല്ലാഹുവേ എന്ത് സൊല്ലു, നീ അല്ലാഹുവേ സൊല്ലു അലൈഹി, അല്ലാഹുവേ പടച്ചവനെ നീ ആ നബിതങ്ങളുടെ പേരിൽ എന്താ സ്വലാത്ത് ചൊല്ലണേ അല്ലാ, വഅലാ ആലിഹി അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും, വസ്വഹ്ബിഹി അവിടുത്തെ സ്വഹാബിമാരുടെ പേരിലും, വസല്ലിമു തസ്ലീമ നിത്യമായ ഒഴുകുന്ന സലാമും രക്ഷയും ഗുണമൊക്കെ നീ കൊടുക്കണേ എന്നൊക്കെ പറയുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് താജുസ് സ്വലാത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു വട്ടം കൂടി നമുക്ക് താജുസ് സ്വലാത്ത് ഓതിയാലോ?
اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا مولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما ഇതാണ് പുണ്യമായ താജ് സ്വലാത്ത്. അൽഹംദുലില്ലാ നമ്മളൊരു 3 വട്ടം ഓതിയിട്ടുണ്ട് ബറക്കത്തിനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ നിത്യമാക്കുക. ഇത് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഓതണം അങ്ങനെയൊന്നും പറയുന്നില്ല. 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് ഓതാ. ഇത് കാണാതെ അറിയാവുന്ന ഉമ്മമാരുണ്ടല്ലോ, എത്രയോ ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, താജ് സ്വലാത്ത് കാണാതെ അറിയാവുന്ന ആളുകൾ ഒന്ന് ഇൻഷാ അല്ലാ കമൻ്റായിട്ട് എഴുതണേ. ഒന്ന് അറിയാനാണ് എത്ര പേർക്ക് അറിയാമെന്ന്. നമുക്കിപ്പോൾ നാരിയത്ത് സ്വലാത്ത് കാണാതെ അറിയാം, പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് അറിയാം, സ്വലാത്തുൽ ഫാത്തിഹ അറിയാം, തിബ്ബു സ്വലാത്ത് അറിയാം, അദദ് സ്വലാത്ത്, അതൊക്കെ ചെറിയ ചെറിയ സ്വലാത്ത്. പക്ഷേ ഇത് നബിതങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യം അതെല്ലാം വിശദീകരിച്ച് പറയുന്ന താജ് സ്വലാത്ത് അല്ലേ. അതുകൊണ്ട് ഇത്രയും നബിതങ്ങളെപ്പറ്റി വിശദീകരിച്ച് വിവരണങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്വലാത്തുകളുടെ കിരീടം എന്ന് തന്നെ ഈ ഒരു സ്വലാത്തിന് പേര് വരാനുള്ള കാരണം എന്നാണ് അല്ലെ മഹത്തുക്കൾ പറയുന്നത്. ഒരുപാട് നബിയെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നിത്യമാക്കുക. പരിശുദ്ധമായ ശഅബാൻ മാസമാണ്, ആദ്യത്തെ തിങ്കളാഴ്ച രാവ് കൂടിയാൽ. തിങ്കളാഴ്ച രാവായി ഇന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു സമയത്ത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ നല്ല സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ ഏതാണോ നമുക്ക് സൗകര്യമുള്ളത് ആ സമയത്ത് ഈ ഒരു സ്വലാത്ത് ഒരു വട്ടമെങ്കിലും പറയാൻ, എന്നിട്ട് നമ്മൾ ദുആരക്കുക. ഇത്രയും നമ്മൾ നബിതങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു എന്തായാലും ആ ദുആ സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറന്നു പോവണ്ട, ഈ സ്വലാത്ത് നിത്യമാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസത്തിൻ്റെ പുണ്യമായ ഒരു ദിനമാണ്. അപ്പോൾ നാളെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനം. നാളെ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് മഗ്‌രിബോട് കൂടി എന്ത് ചെയ്യുക, നോമ്പിൻ്റെ നിയ്യത്ത് മറന്നു പോകരുത്. ശഅബാൻ മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയിപ്പോയ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു എന്ന് 3 നിയ്യത്ത് ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പിൽ നമുക്ക് വെച്ചാൽ ആ 3 നോമ്പിൻ്റെ പ്രതിഫലവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്നതാണ്. അപ്പോൾ നോമ്പിൻ്റെ കാര്യം മറന്നു പോകരുത്. പിന്നെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ പഠിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഓതേണ്ട സൂറത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി പറ്റുന്നത് പോലെ ഓതുക, നിസ്കാരം കൃത്യമാക്കുക, ബാക്കി നമുക്ക് ദാനധർമ്മങ്ങളൊക്കെ അധികരിപ്പിക്കുക, വിശുദ്ധമായ ഖുർആൻ ഓതുക, മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമോ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നവർ പൊരുത്തപ്പെട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ദേഷ്യവും കുശുമ്പും അസൂയൊന്നും വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു മാസം കൂടിയല്ല ഈ ശഅബാൻ
ഷാബാൻ മാസം, അത് മനസ്സിലാക്കുക. എല്ലാ സങ്കടങ്ങളും മാറ്റിവെക്കുക, എല്ലാ അസൂയയും മാറ്റിവെക്കുക, എല്ലാ പരദൂഷണങ്ങളും മാറ്റിവെക്കുക, സ്വലാത്ത് ചൊല്ലുക, അറിയാവുന്ന ദിക്റും തസ്ബീഹൊക്കെ കൃത്യമാക്കുക, നിസ്കാരം കൃത്യമാക്കുക, ഷാബാൻ മാസമാണെന്നുള്ള ബോധമുണ്ടാവുക, അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക, ഒരുപാട് കണ്ട് സ്വലാത്ത് പറയുക. ഇൻഷാ അല്ലാഹ് റമദാൻ മാസം വരാനിരിക്കുന്നു. ആ റമദാനിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് പറ്റുന്ന അമലുകളൊക്കെ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹ് അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് പടച്ചവൻ നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ. കാരണം ഈ സ്വലാത്തിൻ്റെ മഹത്വം പലർക്കും അറിയില്ല. ഈ സ്വലാത്ത് എന്താണെന്ന്, ഈ തരത്തിലുള്ള സ്വലാത്ത് ചിലപ്പോൾ ആദ്യമായി കേൾക്കുന്നവർ തന്നെ ഉണ്ടാകാം. താജു സ്വലാത്ത് ഞങ്ങൾ ചൊല്ലിയിട്ടില്ലെന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വലാത്ത് ചൊല്ലി സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദേ പ്രത്യേകം ദ്വാരക്കണേ, ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ഞങ്ങൾ ഓർക്കണേ എന്നൊക്കെ ഒരുപാട് ആളുകൾ ഉമ്മമാരും ഉപ്പമാരൊക്കെ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട്. പിന്നെ ഈ കമൻറ്റ് ഓരോ വീഡിയോയ്ക്ക് താഴെ എടുത്തു നോക്കിയാൽ 1000-ലധികം 2000-ലധികം 3000-ഓളം കമൻറ്റുകളൊക്കെ ദുആവസിയത്തായി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ആളുകളുടെയും പേരൊക്കെ എടുത്ത് ഇന്നാലിഞ്ഞാൾ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു, ഇന്നാലിഞ്ഞ വിഷമമാണ് എന്നിങ്ങനെ നമ്മൾ ദ്വാരക്കാൻ തുടങ്ങിയാൽ പിന്നെന്താ, നമുക്ക് മണിക്കൂറുകളോളം ആ ദുആക്ക് തന്നെ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും പറയാൻ സമയം കിട്ടൂല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൂടിപ്പോലെ 25 അത്രയും ദൈർഘ്യമാണ് നമ്മുടെ ഓരോ വീഡിയോകൾക്കും ഉള്ളത്. ഒരു അരമണിക്കൂറിലധികമായി നമ്മുടെ ഈ രാവിലത്തെ വീഡിയോയൊക്കെ നീണ്ടുപോയാൽ തന്നെ അത് ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കലല്ലോ, ഒരുപാട് ജോലികളും ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിൽ ഈ അറിവുകൾ കേട്ട് പഠിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അരമണിക്കൂറിൽ താഴെ 20, 22, 25 മിനിറ്റിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഈ ദുആ വസിയത്ത് പറയുന്ന ആളുകളുടെയൊക്കെ പേരുകൾ എടുത്തു കൂടി പറഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മുടെ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആരുടെയൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ, ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുള്ളത്, അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ നൽകുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസ പ്രശ്നങ്ങളും റബ്ബ് തആല മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.